ഹലോ ഓൾ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് IBയുടെ ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 23rd മുതൽ നിങ്ങൾക്ക് അതിനെ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആണ്. അപ്പോൾ ഏത് പോസ്റ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും പേ സ്കെയിൽ വരുന്നത് 25,500 ആണ് സ്റ്റാർട്ടിങ്. പക്ഷെ നിങ്ങൾക്കറിയാം IB ആയതുകൊണ്ട് തന്നെ TA, DA അതുപോലെ സെക്യൂരിറ്റി അലവൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ബേസ് പേയുടെ ഒരു അഡീഷണൽ ആയിട്ട് 20% കൂടെ കൂടിയിട്ട് ആഡ് ഓൺ ആയിട്ടായിരിക്കും നിങ്ങൾക്കൊരു ബോണസ് ആയിട്ട് നിങ്ങളുടെ ബേസ് പേ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ മെയിനായിട്ടും അതാണ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് 394 വേക്കൻസീസ് ആണ് നാഷണൽ വൈഡ് ആയിട്ടാണ് നമുക്കിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ അണ്ടർ റിസർവിൽ UR കാറ്റഗറിയിൽ 157, EWSൽ 32 വേക്കൻസി, OBC കാറ്റഗറിയിൽ 117 വേക്കൻസി, SC 60, ST 28, ഇങ്ങനെയാണ് നമ്പർ ഓഫ് വേക്കൻസി വിളിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എയ്തർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി or computer science or computer engineering or computer application from a government recognized university or institute ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നല്ലെങ്കിൽ എന്തിരിക്കണം, ഡിപ്ലോമ ഉള്ളവർക്ക്, എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് BSc ക്വാളിഫിക്കേഷൻ ഉള്ളതാണ്. അതായത് ഡിഗ്രിയിൽ നിങ്ങൾക്ക് സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഫിസിക്സ് ഓർ മാത്തമാറ്റിക്സ് ഫ്രം എ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ നിങ്ങൾക്ക് BSc ബാച്ചിലർ ഓഫ് സയൻസ്, BSc ഫിസിക്സോ, BSc കെമിസ്ട്രിയോ, BSc കമ്പ്യൂട്ടർ സയൻസോ തുടങ്ങിയ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് അപേക്ഷിക്കാം. ഇനി വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എയ്തർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോമ ആൻഡ് ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് പറഞ്ഞിരിക്കുന്ന ഫീൽഡുകൾ വ്യക്തമായി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ BSc ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ ഫിസിക്സോ മാത്തമാറ്റിക്സിലോ ഏതെങ്കിലും നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഓക്കെ, ഇനി ഏജ് ലിമിറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഒരു SC/SC കാറ്റഗറി ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി OBC ആണ് എങ്കിൽ 3 വർഷത്തെ, അതായത് 27 + 3 എത്രയാണ്, 30 വയസ്സ് നിലവിൽ നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ നിങ്ങളൊരു OBC കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മെയിനായിട്ടുള്ള എക്സ് സർവീസ്മാൻ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി തുടങ്ങിയ കാര്യങ്ങൾ, സിവിലിയൻ എംപ്ലോയീസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കേസ് കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിക്കേ, അതുപോലെ തന്നെ നമ്മുടെ ഏജ് റിലാക്സേഷനെ കുറിച്ചിട്ടാണ് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്കീം ഓഫ് എക്സാമിനേഷൻ നോക്കാം. IBയിലേക്കുള്ള എക്സാമിനേഷനാണ് മെയിനായിട്ട്. നമുക്ക് 3 ടയർ എക്സാം ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് വിളിക്കുന്നത്. അതിൽ ടയർ 1 നമുക്ക് MCQ ടൈപ്പ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിലെന്തുണ്ട്, 100 മാർക്ക് ഉണ്ട്. 100 മാർക്ക് എക്സാം എഴുതാനായിട്ട് നിങ്ങൾക്ക് 2 മണിക്കൂറാണ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ എന്താണ് നോക്കിക്കേ, 25% കൂടുതലായിട്ടും മെന്റൽ എബിലിറ്റിയും അതുപോലെ ബാക്കി സബ്ജക്റ്റിന് 75%. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഒക്കെ വരുന്ന വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 75 + 25 ടോട്ടൽ 100 മാർക്കിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഫസ്റ്റ് MCQ ഫസ്റ്റ് ടയറിൽ വരുന്നത്. ഇനി സെക്കൻഡ് നമുക്ക് ടയറിൽ വരുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്. എന്താണ്, സ്കിൽ ടെസ്റ്റ് ആണ്. അപ്പം ബേസ്ഡ് ഓൺ ടെക്നിക്കൽ നേച്ചർ, അത് ജോബിൻ്റെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള സ്കിൽ ടെസ്റ്റ് ആയിരിക്കും പറയുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള വീഡിയോസിൽ എന്ത് ചെയ്യുന്നുണ്ടാ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതുപോലെ
മൂന്നാമത്തത് സെയിം തന്നെ, നമ്മുടെ IB എക്സാം എല്ലാം ഈ ഒരു ഫോമാറ്റിൽ തന്നെയാണ് പോകുന്നത്. ഫസ്റ്റ് ഒരു ടയർ 1 ഉണ്ടാകും, ദെൻ ടയർ 2 ഉണ്ടാകും, ദെൻ ടയർ 3 ഉണ്ട്. ടയർ 3യിലാണ് നമുക്ക് ഇന്റർവ്യൂ ഓർ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഇന്റർവ്യൂ ഓർ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പം മാർക്സ് വരുന്നത് ടോട്ടൽ നമുക്ക് 150ലാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് വരുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്ക് കേരളത്തിൽ എക്സാം സെന്റേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കേരളത്തിൽ എക്സാം സെന്റേഴ്സ് ഉണ്ട്. എവിടേക്കാണ്? എറണാകുളം ജില്ലയിലുണ്ട്, കണ്ണൂർ ജില്ലയിലുണ്ട്, കോട്ടയം ജില്ലയിലുണ്ട്, കൊല്ലം ജില്ലയിലുണ്ട്, കോഴിക്കോട് ജില്ലയിലുണ്ട്, തിരുവനന്തപുരം ജില്ലയിലുണ്ട്, തൃശ്ശൂർ ജില്ലയിലുണ്ട്. അങ്ങനെ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7 സെന്റേഴ്സ് ആണ് കേരളത്തിൽ നമുക്ക് എക്സാം എഴുതാനായിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, നമ്മൾ പറഞ്ഞല്ലോ ടയർ 1 എക്സാമിനേഷന് എന്തുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് അല്ലേ. ഇനി നെഗറ്റീവ് മാർക്കിങ്ങിന് 1/4 ആണ്. ഒരു തെറ്റുത്തരത്തിന് 1/4 മാർക്ക് വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിഡക്റ്റ് ചെയ്യുന്നത്. അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനോ അല്ലെങ്കിൽ റിവ്യൂ, നമ്മൾ CBT ബേസ്ഡ് എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് റിവ്യൂവിന് ഇടും. അപ്പോൾ റിവ്യൂവിന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റെഡ് കളറിൽ CBT ആയിട്ട് എടുക്കും. ലാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിവ്യൂവിന് വേണ്ടി ഹോൾഡിന് ഇടുന്നതാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾ ഇട്ടിട്ട് അത് ചെയ്തില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്തില്ല, മാർക്ക് അവിടെ തരില്ല. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് നമുക്കൊരു കട്ട് ഓഫ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറഞ്ഞാലും വളരെ കുറഞ്ഞൊരു കട്ട് ഓഫ് ആണ്. പക്ഷേ നമുക്ക് ഈ കട്ട് ഓഫ് മറികടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതിനെന്തായാലും നമ്മളൊരു 60 to 65% അടുത്തെങ്കിലും മാർക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം. നമ്മൾ ജസ്റ്റ് എക്സാം എഴുതി കട്ട് ഓഫ് കഴിഞ്ഞു, എനിക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതിലല്ല നമുക്ക് കാര്യം വരുന്നത്. എന്തായാലും നമുക്ക് സേഫ് സ്കോർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 60-65% എങ്കിലും മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 100-ല് UR കാറ്റഗറിയിൽ 35, OBC കാറ്റഗറിയിൽ 34, SC STക്ക് 33, അതുപോലെ EWS 35 പറയുന്നത്. ഇനി നമ്മുടെ എക്സ് സർവീസ് മാന് ഈ ഒരു കാറ്റഗറിയിലുള്ള കട്ട് ഓഫ് അല്ല വരുന്നത്. എക്സ് സർവീസ് മാൻസിനൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം, ഇതിനേക്കാളും നിങ്ങൾക്ക് കട്ട് ഓഫ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. IB ആണ് ഓൾറെഡി നമ്മളുടെ ഇവർക്ക് ട്രസ്റ്റ് വോത്തി ആയിട്ടുള്ള ആളുകളായിരിക്കും എക്സ് സർവീസ് ആയിട്ടുള്ള മാൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഗൺ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ഓഫ് കുറവായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാനുള്ളൊരു ചാൻസും വളരെ കൂടുതലാണ്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി ഈ ഒരു പോസ്റ്റിന് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. സോ നിങ്ങൾ ആ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ഫീസ് ഉണ്ടാകുന്നതാണ്. ഏകദേശം ഒരു 500 അടുത്തോളം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവരും അപേക്ഷിക്കാൻ പറ്റുന്നവരും എത്രയും പെട്ടെന്ന് തന്നെ പ്രൊഫൈലിൽ കയറിയിട്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ കയറിയിട്ട് അതിന് അപ്ലൈ ചെയ്യുക. ദെൻ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ടയർ 1 വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ SLB അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്കമിങ് ഡേയ്സിൽ നമ്മളത് അറിയിക്കാം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ഓൾറെഡി IB സെക്ഷൻ കാറ്റഗറി നമ്മളുടെ ആപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോസിന് വേണ്ടിയിട്ട് മാത്രം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് IB സെക്യൂരിറ്റി അസിസ്റ്റന്റിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് എക്സാം ഒരു 45 ഡേയ്സിലേക്കുള്ള ക്രാഷ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടാവും. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ലൈവ് ക്ലാസ്സസിൽ നമ്മൾ കൊടുക്കുന്നത് ഓരോ ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടുള്ള PYQസും MCQസും കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് നിങ്ങളെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഇനി ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് നമ്മളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് SLB അക്കാഡമി എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം സ്റ്റോറിൽ നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് സ്റ്റോറിൽ IB SCയുടെ കോഡ്സ് ഉണ്ടാവും. ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്ത് സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഈ നമ്പറിലേക്ക് ഇട്ട് തന്നാൽ നമ്മളുടെ IBയുടെ സ്പെഷ്യൽ ടെലഗ്രാം പെയ്ഡ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.